അങ്ങനെ നമ്മുടെ വരുണിന് മാനസാന്തരം വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ മാനസാന്തരപ്പെടുകയാണ്. നമ്മുടെ രേഖയോട് വന്നിട്ട് പറയുകയാണ്, രേഖയെ, ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ നിന്നോട് ചെയ്തിട്ടുണ്ട്, നീ അത് ക്ഷമിക്കണം, നമുക്കിനി ഒരുമിച്ചൊരു ജീവിതം തുടരാം എന്നൊക്കെ നമ്മുടെ വരുൺ പറയുകയാണ്. ഇത് എല്ലാം കേട്ടിട്ട് നമ്മുടെ ഗീതുവിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഗീതുവിനോട് വരെ നമ്മുടെ വരുൺ സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുകയാണ്, ആ വരുണേട്ടൻ ഈ പറഞ്ഞത് സിൻസിയറായിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ഗീതു നിൽക്കുകയാണ്. പക്ഷേ രേഖ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ വരുണിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്നൊക്കെ ഓർത്തിട്ട് രേഖയ്ക്ക് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്ന് പറയുകയാണ്, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ വരുൺ വന്നിട്ട് നമ്മുടെ രേഖയോട് എല്ലാ തെറ്റുകളും ഏറ്റു പറയുകയാണ്. നമുക്കിനി ഒരുമിച്ച് ഒരു ജീവിതം തുടരാം രേഖ, ഇനി ഞാൻ നിനക്ക് ഒരു സങ്കടവും തരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഗീതു അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഗീതു വരുണിനോട് പറയുന്നുണ്ട്, വരുണേട്ടൻ ഈ പറയുന്നത് എല്ലാം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ രേഖേച്ചിയെ ഇനി ചതിക്കരുത് എന്ന് നമ്മുടെ ഗീതു പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഗീതുവിന് വിശ്വാസം വന്നിട്ടില്ല നമ്മുടെ വരുണിൻ്റെ വാക്കുകളിൽ. അങ്ങനെ അവർ ഇങ്ങനെ സംസാരിച്ച് തിന്നിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കാഞ്ചന ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കുന്നത് കാണുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് കാഞ്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാഞ്ചന നമ്മുടെ ഗീതുവിനെ കണ്ടിട്ട് ഒളിഞ്ഞൊളിഞ്ഞ് പോകാനായിട്ട് നോക്കുകയാണ്. ഒരു രക്ഷയില്ല. നമ്മുടെ ഗീതു ഓട്ടിച്ചിട്ട് നമ്മുടെ കാഞ്ചനയെ അങ്ങ് പിടികൂടുകയാണ്. എന്നിട്ട് ചോദിക്കണം, കാഞ്ചനയൊക്കെ എന്തിനാ ഒളിഞ്ഞു നിന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ഗീതു പാപ്പ, അത് എൻ്റെ ജന്മ സ്വഭാവമാ ഗീതു പാപ്പ, ഇനി അത് മാറ്റാൻ പറ്റില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, കാഞ്ചനയ്ക്ക് എന്തിനാ രാവിലെ കള്ളം പറഞ്ഞത്? അതിന് ഞാനെന്ത് കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത് ഗീതു പാപ്പ? കാഞ്ചനയ്ക്കല്ലേ പറഞ്ഞത് കണ്ണേട്ടൻ രാവിലെ അമ്പലത്തിൽ പോയതാണെന്ന്? അത് കള്ളമല്ലേ പറഞ്ഞത്? അത് പിന്നെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതിയത് അമ്പലത്തിൽ പോയതാണെന്നാണ്. അല്ല കാഞ്ചനയൊക്കെ എന്തടിസ്ഥാനത്തിലാണ് അമ്പലത്തിൽ പോയതാണെന്ന്, കണ്ണേട്ടൻ അയ്യപ്പേട്ടൻ്റെ കൂടെ അമ്പലത്തിൽ പോയതാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് കാഞ്ചനയൊക്കെ പറഞ്ഞത്? ഓ, അത് ഗീതു പാപ്പ, ഞാൻ ഒളിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് അയ്യപ്പണ്ണ ആരെയോ ഫോൺ വിളിക്കുന്നത്, പിന്നെ കാണിക്കുന്നത് ആ ഒരു സംഭവമാണ്. അയ്യപ്പേട്ടൻ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ്. അയ്യപ്പൻ ഫോൺ വിളിച്ചിട്ട് പറയാണ്, അവിടെ ഉണ്ടോ? ഞാൻ അന്വേഷിച്ച് തിരക്കിയതായിട്ട് പുള്ളിക്കാരനോട് പറയണ്ട, ഞങ്ങൾ ഉടനെ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അയ്യപ്പൻ ഫോണിൽ കൂടെ പറയുകയാണ്, ഞാൻ അന്വേഷിച്ചു എന്നുള്ള കാര്യം ഈ ഒരു പുള്ളിക്കാരനോട് പറയണ്ട, സംഭവം വരുണിനോട് അറിയിക്കേണ്ട എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഉടനെ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഗോവിന്ദിനോട് അയ്യപ്പൻ പറയാണ്, കുഞ്ഞെ, പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ആൾ അവിടെ തന്നെ ഉണ്ട്, കൂടെ അയാൾ മാത്രമല്ല ആ യക്ഷിയും കൂടി ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, അവളും കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിലുണ്ടല്ലോ ഇന്ന് ഞാൻ രണ്ടിൻ്റെ നെഞ്ചത്ത് വെടിവഴിപാട് നടത്തും എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഗോവിന്ദും അയ്യപ്പനും കൂടി കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഗീതു കാഞ്ചനയോട് ചോദിക്കണം, അല്ല കാഞ്ചനക്ക, ഈ പറഞ്ഞതിൽ എവിടെയാണ് ക്ഷേത്രത്തിൽ പോകുന്നു എന്നുള്ള പരാമർശം വന്നത്? കാഞ്ചനക്കല്ല പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന്. അത് ഗീതു പാപ്പ വെടിവഴിപാട് എന്ന് പറഞ്ഞത്. വെടിവഴിപാട് നടക്കുന്നത് കോവിലല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതു പറയണം, കാഞ്ചനക്ക, കോവിലിൽ മാത്രമേ വെടിവഴിപാട് നടത്താറുള്ളൂ, പള്ളികളിൽ നടത്തുമല്ലോ എന്ന്. പള്ളിയും കോവിൽ താനേ എന്ന് പറയുന്നു. എൻ്റെ കാഞ്ചനേക്ക, കണ്ണേട്ടം പോയത് ക്ഷേത്രത്തിലൊന്നും അല്ല, കണ്ണേട്ടം പോയതേ വരുണിനെ കൊണ്ടുവരാൻ പോയതാണ് എന്നിങ്ങനെ പറയണം. വരുണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാ കണ്ണേട്ടൻ. ഓ, അപ്പടിയാ, അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ് മാമ യക്ഷി എന്ന് പറഞ്ഞത് സുവർണയെ പറ്റിയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കാഞ്ചന പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഗീതു. അതിനുശേഷം നമ്മുടെ ഗീതുവിനോട് നമ്മുടെ കാഞ്ചന പറയുകയാണ്, സുവർണ താനേ യക്ഷി, സുവർണയെ പറ്റിയായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, അപ്പോൾ കണ്ണേട്ടനെ അറിയാമായിരിക്കുമല്ലോ, അപ്പോൾ കണ്ണേട്ടൻ ചെല്ലുമ്പോൾ അപ്പോൾ സുവർണ അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഗീതു. അതിനുശേഷം ഗീതു പറയുകയാണ്, ഇപ്പോൾ
ഇപ്പോൾ എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. ഗീതു മനസ്സിൽ പറയുകയാണ്, എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. അപ്പോൾ കണ്ണേട്ടനായിരിക്കും വരുണിനെ കൂട്ടിക്കൊണ്ടു വന്നത്. എന്തടിസ്ഥാനത്തിലായിരിക്കും, എന്ത് പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്നത്? എന്തായാലും ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല, കണ്ണേട്ടനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഗീതു നേരെ പോവാണ്. ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് കുളിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ മുടിയൊക്കെ ചീക്കി വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗീതു ചെന്നിട്ട് ചോദിക്കണം, കണ്ണേട്ടാന്ന് വിളിച്ചിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, എന്താ ഗീതു, എന്താ നിനക്ക് പറയാനുള്ളത്? കണ്ണേട്ട സത്യം പറയണം, ഞാനൊരു കാര്യം ചോദിച്ചാൽ കണ്ണേട്ട സത്യം പറയണം. എന്താ നിനക്ക് അറിയേണ്ടത്? കണ്ണേട്ടനല്ലേ വരുണേട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നത്, എന്തിനാ കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു 100,000 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയുകയാണ്, എൻ്റെ ഗീതു, ഇന്ന് രാവിലെ യോഗ കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് രേഖ എൻ്റെ മുന്നിലേക്ക് വന്നു. രേഖ മുന്നിലേക്ക് വന്നിട്ട് അവൾ ചില കാര്യങ്ങളൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവൾ പറയാതെ എന്നോട് പറയുകയായിരുന്നു അവളുടെ മനസ്സിനുള്ളിലെ പ്രണയം. അപ്പോൾ ഇങ്ങനെ ഗീതു ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗീതു പറയുവാണ്, പ്രണയോ? അതേന്നേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അവൾ വരുണിനെയോടുള്ള അവൾക്കുള്ള അടങ്ങാത്ത പ്രണയത്തെക്കുറിച്ചാണ് അവൾ എന്നോട് സംസാരിച്ചത്. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, അവളുടെ 2 കണ്ണുകളിലും അതിങ്ങനെ തെളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നീയാണ് ആ സമയത്ത് ഈ രേഖയെ കണ്ടിരുന്നെങ്കിലും നീ അവൾക്ക് വേണ്ടിയിട്ട് ഇത് തന്നെ ചെയ്യുമായിരുന്നു എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത മനസ്സ് വിചാരിക്കണം, രേഖ ചേച്ചിയുടെ കണ്ണിൽ പ്രണയമല്ല കുന്തോണുള്ളത്. മനുഷ്യ, ആ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കൂടായിരുന്നോ? എൻ്റെ മുഖത്തല്ലേ പ്രണയം ഉണ്ടായിരുന്നത് എന്നിങ്ങനെ ഗീതു മനസ്സ് വിചാരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് നേരെ ഗീതുവിനെ ഇങ്ങനെ ഷോൾഡറിൽ പിടിച്ച് കറക്കി ഇങ്ങനെ ഭിത്തിയിൽ ചേർത്ത് ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയണം, എൻ്റെ ഗീതു, ഇപ്പം നിൻ്റെ കണ്ണുകളിലും ഞാൻ ചിലതൊക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് ഞാൻ പറയട്ടെ? അപ്പോൾ ഉടനെ ഗീതു പറയണം, പറ കണ്ണേട്ടാ, എന്തായിരിക്കും എൻ്റെ കണ്ണിൽ ഇപ്പോൾ കണ്ണേട്ടൻ കാണുന്നത്? അപ്പോൾ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയതിന് ശേഷം പുള്ളിക്കാരൻ പറയുകയാണ്, നിൻ്റെ മനസ്സിലിപ്പോൾ ഞാൻ എന്നോടുള്ള അടങ്ങാനാവാത്ത നന്ദിയല്ലേ നിൻ്റെ മനസ്സിലുള്ളത്? എന്നെ അഭിനന്ദിക്കണമെന്നല്ലേ നീ ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്? അത് നിൻ്റെ കണ്ണിൽ തന്നെയുണ്ട്. അഭിനന്ദിക്കണമെന്നാ? എന്തിന്? അല്ല, ഞാനിപ്പോൾ വലിയൊരു കാര്യമല്ലേ ചെയ്തത്? രേഖയ്ക്കൊരു പുതിയ ജീവിതം കിട്ടുകയല്ലേ ചെയ്തത്? ഞാൻ വരുണിനെ രേഖയ്ക്ക് തിരികെ കൊടുത്തത്. അതിൽ നീ സന്തോഷവതിയല്ലേ? നിനക്ക് എന്നെ ശരിക്കും അഭിനന്ദിക്കണമെന്നല്ലേ തോന്നുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗീതു പറയണം, അത് ശരി, കണ്ണേട്ടൻ എന്തായാലും കണ്ടുപിടിച്ച് കഴിഞ്ഞു. കണ്ണേട്ടൻ്റെ ഈ മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കാനുള്ള ഈ ഒരു കഴിവുണ്ടല്ലോ, എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗീത ചോദിക്കുകയാണ്, സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. ഗീത ചോദിക്കണം, കണ്ണേട്ട, എനിക്കൊരു കാര്യം അറിയണം. ശരിക്കും പറയുകയാണെങ്കിൽ വരുണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ണേട്ടൻ എന്ത് വിദ്യയാണ് പ്രയോഗിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അതിപ്പോൾ നീ എന്തിനാണ് അറിയുന്നത്? എനിക്കറിയണം, എനിക്കത് അറിഞ്ഞേ പറ്റൂ. ശരി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, പക്ഷേ നീ അത് ഒരിക്കലും രേഖയോട് പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. അപ്പോൾ ഇങ്ങനെ ഗീതു ഒരു നിമിഷം ആലോചിക്കണം. വാക്ക് തന്നാൽ മാത്രമേ ഞാൻ പറയൂ. ശരി കണ്ണേട്ടാ, ഞാൻ ഇത് എന്ത് കാര്യമാണെങ്കിലും കണ്ണേട്ടൻ പറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ ആരോടും പറയില്ല, പ്രത്യേകിച്ചും രേഖേച്ചിയോട് എന്നിങ്ങനെ പറയണം. കണ്ണേട്ടൻ പറയുന്ന ഈ കാര്യം കണ്ണേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞ് പറയില്ല എന്നും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അവിടെ നടന്ന കാര്യം പറയുകയാണ്. നേരെ നമ്മുടെ ഗോവിന്ദ് ചെല്ലുകയാണ്, നമ്മുടെ വരുൺ താമസിക്കുന്ന ലോഡ്ജിൽ ചെല്ലുകയാണ്. എന്നിട്ട് ഇങ്ങനെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മുടെ വരുൺ വന്ന് വാതിൽ തുറക്കുകയാണ്. ഗോവിന്ദിനെ കണ്ടിട്ട് വരുൺ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് അകത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ഗോവിന്ദ് വരുണിനോട് പറയുകയാണ്, വരുൺ, എത്രയും പെട്ടെന്ന് നീ എൻ്റെ കൂടെ അറയ്ക്കലേക്ക് വരണം. നീ ഇവിടെ ഇങ്ങനെ വന്ന് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്കവിടെ ഒരു ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വരുൺ പറയണം, ഇല്ല ഗോവിന്ദേട്ടാ, അവളെ എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിലെ ഭാര്യയായിട്ട് എനിക്ക് അംഗീകരിക്കാനാവില്ല. ഞാൻ ഒരിക്കൽ പോലും അവളെ ഭാര്യയായിട്ട് കരുതിയിട്ടില്ല ഇന്നേ വരെ. അതെന്തുകൊണ്ടാണെന്ന് ഗോവിന്ദ് ചോദിക്കുമ്പോൾ വരുൺ പറയുകയാണ്, അവളെ പോലുള്ള ഒരു ദരിദ്രവാസി കുടുംബത്തിലുള്ള ഒരുത്തിയെ എനിക്കൊരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ സ്റ്റാറ്റസിന് യോജിച്ച ഒരു പെൺകുട്ടി വേണം എൻ്റെ ഭാര്യയായിട്ട് വരാനുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, സ്റ്റാറ്റസ്? നിൻ്റെ ഒരു സ്റ്റാറ്റസ്? എൻ്റെ വരുണേ, ഇത്രയും ഈ കാണുന്ന കൊട്ടാരങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു ഗോവിന്ദ് മാധവൻ ഉണ്ടായിരുന്നു. അന്ന് ഈ അറയ്ക്കൽ എന്ന് പറയുന്ന ഈ തറവാടിൻ്റെ പേരുണ്ടല്ലോ, ഇന്ന് സ്വർണ്ണലിപിയിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേര് ശരിക്കും ഒരു ഭിത്തിയിൽ ആണി അടിച്ച് വെക്കാനുള്ള സൗകര്യം പോലും ഇല്ലാതെ ഞാൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗോവിന്ദേട്ട, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതിനെക്കുറിച്ചൊക്കെ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കിപ്പോഴത്തെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. പോയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയേ വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് എനിക്ക് രേഖ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാനാവില്ല. ഗോവിന്ദേട്ടനെ അറിയാമല്ലോ, ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ അവളെ വിവാഹം കഴിച്ചതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ, ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എനിക്ക് അവളെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചത് ഗോവിന്ദേട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കുന്നത് വഴി ഗോവിന്ദേട്ടനെ ഞാൻ രക്ഷിക്കുകയില്ലായിരുന്നോ? ഗോവിന്ദേട്ടന് വേണ്ടിയിട്ടായിരുന്നില്ലേ ഞാനത് ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഷർട്ടിൽ തൂക്കി ഇങ്ങനെ വലിച്ചങ്ങ് എടുക്കുകയാണ് നമ്മുടെ വരുണിനെ. എന്നിട്ട് പറഞ്ഞു, എന്തടാ നീ പറഞ്ഞത്? നീ എനിക്ക് വേണ്ടിയിട്ടാണോ രേഖയെ വിവാഹം കഴിച്ചത്? എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തടിസ്ഥാനത്തിലാണ് നീ ഇതിങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടാണോടാ നീ അവളെ പ്രണയിച്ചത്? ഞാനായിരുന്നു അവളുടെ കാമുകൻ. നീ നീ ഞാൻ പറഞ്ഞിട്ടാണോ അവളെ ഗസ്റ്റ് ഹൗസിലേക്ക് ആരുമില്ലാതിരുന്ന സമയത്ത് ക്ഷണിച്ചു വരുത്തിയത്? എന്നിട്ട് പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ നിനക്ക് അവളെ കല്യാണം കഴിച്ച് തന്നതാണോ നിനക്ക് പ്രശ്നമായത്? എന്നിട്ടിപ്പോൾ എനിക്ക് വേണ്ടി നീ ത്യാഗം ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ഗോവിന്ദ് ശരിക്കും പൊട്ടിക്കണമെന്നുണ്ട് ഗോവിന്ദിന് വരുണിനിട്ട്. അപ്പോൾ വരുൺ അങ്ങ് പതറിപ്പോവുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, ശരി, രേഖയ്ക്ക് പണമില്ലാത്തതല്ലേ നിൻ്റെ പ്രശ്നം, ആ പ്രശ്നം ഞാൻ പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഒരു ഫയൽ എടുത്തിട്ട് നമ്മുടെ വരുണിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. വരുൺ ഇത് ഇങ്ങനെ നിവർത്തി നോക്കുമ്പോഴത്തേക്ക് വരുണിൻ്റെ രണ്ട് കണ്ണും ഇങ്ങനെ ഫ്യൂസ് അടിച്ച് പോകുന്ന കണക്ക് തള്ളി ഇങ്ങനെ വരികയാണ് പുള്ളിക്കാരൻ്റെ കണ്ണുകൾ. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, കണ്ടില്ലേ, ഇന്ന് അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ എന്ന എൻ്റെ അനുജന് ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കയറാൻ ഉള്ള ക്വാളിഫിക്കേഷൻ്റെ 4 ഇരട്ടിയുണ്ട് രേഖയ്ക്ക്. നോക്ക്, ഇത്രയും സ്വത്തുകളെല്ലാം നിനക്കല്ല ഞാൻ തരുന്നത്, രേഖയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്വത്തുകളുള്ള രേഖയെ നിനക്ക് സ്വീകരിക്കാൻ ഇനി പറ്റുമോ എന്ന് ചോദിക്കുകയാണ് വരുണിനോട്. പറ്റില്ലെങ്കിൽ പറയടാ, നിനക്ക് അവളെ ഇനി സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ നീ പറ. ഏതൊരു കുടുംബത്ത്, എത്ര വലിയ കുടുംബത്തിൽ ചെന്ന് കയറിയാലും ഇത്രയും സ്വത്തുള്ളൊരു പെണ്ണിനെ നിനക്ക് ഈ ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല. നിനക്കിനി രേഖയെ സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ നീ പറഞ്ഞുതരേ. നീ ആയിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ട് അവളെ ഞാൻ ഏതെങ്കിലും നല്ല ചെക്കന് കെട്ടിച്ചു കൊടുത്തേക്കാം എന്നിങ്ങനെ പറയണം ഗോവിന്ദ്. വരുണ് അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാര്യം നമ്മുടെ ഗീതുവിനോട് പറയുകയാണ് നമ്മുടെ ഗോവിന്ദ്. അപ്പോഴത്തേക്ക് ഉടനെ ഇത് കേട്ട് കഴിയുമ്പോഴാണ് ഗീതു പറഞ്ഞത്, അയ്യോ, എന്തോ ഒരു നല്ല കർമ്മം ചെയ്തിട്ട് വന്നിരുന്ന് പറയുന്ന കേട്ടില്ലേ കണ്ണേട്ടൻ എന്താ വട്ടാണോ? അപ്പോൾ ചോദിക്കണം, എന്താ എൻ്റെ കണ്ണേട്ടാ, വരുണേട്ടൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? ഇത്രയും സ്വത്തുക്കളൊക്കെ രേഖേച്ചിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പാവത്തിന് കൊല്ലാൻ പോലും അയാൾ മടിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഗോവിന്ദ് പറയുകയാണ്, നീ എന്നെപ്പറ്റി എന്താ കരുതിയത്? ഹെടി ഗീതു, ഒരു ബിസിനസ് മാനോടാണോ നീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അവന് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ചുക്കും അവൻ ചെയ്യാനും പോണില്ല. ആഹാ, നിങ്ങളങ്ങ് തീരുമാനിച്ചോ? ചെയ്യാൻ പോണില്ല പോലും. നിങ്ങൾക്കൊരു കുന്തവും അറിയില്ല. ആര് പറഞ്ഞു അറിയില്ലെന്ന്? നീ എന്നെപ്പറ്റി എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വരുൺ അവളെ ഇല്ലാതാക്കിയാൽ പോലും ഈ സ്വത്തുക്കൾ ഒരിക്കലും അവൾക്ക് വരുണിന് കിട്ടില്ല. കാര്യം രേഖ ഏതെങ്കിലും തരത്തിൽ രേഖയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സ്വത്തുവകകൾ നേരെ അനാഥാലയത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഗീതു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അതേ ഗീതു, ഒരിക്കലും ഇതിൽ നിന്ന് 10 പൈസ പോലും വരുണിന് എടുക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ഞാൻ ഇതിൻ്റെ പ്രമാണമൊക്കെ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗീതുവിന് സന്തോഷമാവുകയാണ്. അതിനുശേഷം ഗീതു ഇങ്ങനെ പറയുകയാണ്, ഗോവിന്ദിനോട് പറയണ, അത് കണ്ണേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാര്യം ഞാൻ രേഖേച്ചിയോട് ഒരിക്കലും പറയത്തില്ല. പക്ഷേ വരുണേട്ടൻ ആളത്ര ശരിയല്ല, ഒന്ന് സൂക്ഷിച്ചേക്കണം എന്നൊരു ഉപദേശം കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. തെറ്റുണ്ട്, നീ ഇപ്പം അതിനൊന്നും നിൽക്കണ്ട എന്ന് പറയണം. അപ്പോൾ ഗീതു ഇങ്ങനെ അന്തം വിട്ടേക്കാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ, ഇപ്പോൾ നിൻ്റെ കണ്ണുകളിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ പറയട്ടെ? കണ്ണേട്ടൻ പറ. നിൻ്റെ കണ്ണിൽ എന്നെപ്പറ്റി നല്ല മതിപ്പല്ലേ ഇപ്പോൾ തോന്നുന്നത്? ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്നല്ലേ നീ മനസ്സിൽ വിചാരിക്കുന്നത്? ഓ, ഇങ്ങേരെ ഞാൻ കൊല്ലും എന്നിങ്ങനെ പറയണം ഗീതു. അതിനുശേഷം ഗീതു പറയണ, കണ്ണേട്ടനുണ്ട് ഒരു കണ്ണേട്ടൻ്റെ നല്ല കാര്യമുണ്ട്. കണ്ണേട്ടനെ കൊണ്ട് ഒന്നിനും പറ്റില്ല. കണ്ണേട്ടൻ അങ്ങ് എന്തോ മഹാ അത്ഭുതം ചെയ്ത കണക്കല്ലേ പറയുന്നത്? ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും കണ്ണേട്ട. പക്ഷേ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ കുറേ കഴിയുമ്പോൾ സുവർണയുടെ പിന്നാലെ പോവും. അല്ല, കണ്ണേട്ടൻ അവിടെ ചെന്നപ്പോൾ സുവർണ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല, അതൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. ഓ, പിന്നെ എന്ന് പറയുന്നത്, കണ്ണേട്ട, അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അങ്ങനെയുള്ള കണ്ണേട്ടനാണെങ്കിൽ ധ്യാനിനെയും രഞ്ജുവിനെയും സെറ്റാക്കാൻ പറ്റാഞ്ഞത് എന്താ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഗോവിന്ദ് പറയണം,
അത് ശരിയാ ഗീതു പറഞ്ഞത്, അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്തിൽ 100 മനുഷ്യരെ എടുത്താൽ ഒരാളെങ്ങാനും കാണുമായിരിക്കും ധ്യാനിൻ്റെ പോലെ സ്വഭാവമുള്ളത്. നിസ്വാർത്ഥ പ്രണയമാണ് ധ്യാനിനുള്ളത്. അതുകൊണ്ട് ധ്യാനിനെ അങ്ങനെ ആർക്കും കാശ് കൊടുത്ത് വീഴ്ത്താൻ പറ്റില്ല എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. അപ്പോൾ ഗീത പറയാണ്, ഈ മനുഷ്യന് എല്ലാവരുടെ കാര്യവും അറിയാമല്ലോ, ഈ മനുഷ്യന് എൻ്റെ മനസ്സ് മാത്രം എന്താ വായിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം ഗീത ഗോവിന്ദനോട് പറയണം, അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് എല്ലാവരുടെ കാര്യത്തിലും ഭയങ്കര താല്പര്യമാണല്ലോ, എല്ലാവരുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഇടപെടാനും തീരുമാനം എടുക്കാനൊക്കെ അറിയാമല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താ സ്വന്തം കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത്? ഗോവിന്ദ് അന്ന് വിട്ടു പോവുകയാണ്. ഗോവിന്ദ് ചോദിക്കുകയാണ്, സ്വന്തം കാര്യത്തിലോ? അവളപ്പം എൻ്റെ മനസ്സിലുള്ളത് അയ്യപ്പേട്ടൻ വല്ലതും പറഞ്ഞ് ഇവൾ അറിഞ്ഞ് കാണോ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല കണ്ണേട്ടാ, വെറുതെ എൻ്റെ നാക്കൊന്ന് ഉളുക്കിയതാണ്. ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ അറിയാതെ മനസ്സിൽ വെറുതെ ഇങ്ങനെയൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. നമ്മുടെ ഗീത കിടന്നങ്ങ് ഉരുണ്ട് കളിക്കുക കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അങ്ങനെയാണോ, ഞാൻ വിചാരിച്ച് വേറെ എന്തൊക്കെയോ ആണെന്ന്. അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും ഭയങ്കര രസകരമായ രീതിയിൽ ഇങ്ങനെ റൂമിലിങ്ങനെ ഈ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ വരുണാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ രേഖയുടെ അടുത്തേക്ക് വന്നിട്ട് സമസ്ത അപരാധവും ഏറ്റു പറയുകയാണ്. രേഖയെ, ഞാൻ ഇതുവരെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണം. ഇനി എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ ഇനി നീ അല്ലാതെ ഒരു പെണ്ണുമില്ല എന്നൊക്കെ പറയുകയാണ് വരുൺ. അപ്പോൾ രേഖ പറയാണ്, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ആ ഒരു പരിഗണന ഇന്ന് വരെ നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. പിന്നെ നിങ്ങളിപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കാനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് രേഖ. അപ്പോൾ വരുൺ പറയുകയാണ്, ശരിയാണ് രേഖ, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നിന്നോട് ഈ ദേഷ്യം കാണിക്കുകയും വാശി കാണിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും എനിക്ക് നിന്നോട് പ്രണയം തന്നെയായിരുന്നു. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രേഖ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എന്നിട്ട് വരുൺ പറയുകയാണ്, അതേ രേഖയെ, ശരിക്ക് പറയുകയാണെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള വിവാഹം നടന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള സമയത്തായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നിന്നെ വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഒരു അമർഷവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് അത് എൻ്റെ ഈഗോയായിട്ട് മാറുകയായിരുന്നു. അതുകാരണമാണ് നീയായിട്ട് അടുക്കാനോ മാനസികമായിട്ട് ഇടപഴകാനോ ഒന്നിനും എനിക്ക് സാധിക്കാതെ പോയത്. ഇപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ഇനി നീയുമായിട്ട് എനിക്കൊരു സന്തോഷമായിട്ടുള്ളൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ രേഖയോട്. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ രേഖയുടെ ഷോൾഡറിൽ ഇങ്ങനെ തൊടാനായിട്ട് തുടങ്ങുമ്പോൾ രേഖ കൈ തട്ടിയങ്ങെറിയാണ്. എന്നിട്ട് രേഖ പറയുകയാണ്, വരുണേട്ടൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് എന്തായാലും ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾ എന്നോട് സഹകരിക്കാതിരുന്നു എന്നുള്ള തെറ്റ് മാത്രമല്ല നിങ്ങൾ ചെയ്തത്. എൻ്റെ മുന്നിൽ വെച്ചല്ലേ നിങ്ങൾ സുവർണയുമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ളത്. അവളുമായിട്ട് ഒരു മുറിയിൽ ഉറങ്ങുന്ന സമയത്തും നിങ്ങൾ എന്നെ ഓർത്തില്ലല്ലോ വരുണേട്ടാ. അങ്ങനെയുള്ള നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് നല്ലതായിട്ട് പറയുമ്പോൾ ഞാനതങ്ങ് വിശ്വസിക്കണം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേഖ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വരുൺ പറയാണ്. എന്നിട്ട് നമ്മുടെ രേഖ മനസ്സിൽ വിചാരിക്കുകയാണ്, വരുണേട്ടനെ ഞാൻ അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. കാരണം വരുണേട്ടന് എന്നോടുള്ള സ്നേഹം സത്യമാണോ എന്നത് എനിക്ക് മാനസികമായിട്ട് എനിക്കത് വിശ്വാസം വരണം. അതിനുശേഷം മാത്രമേ ഞാൻ വരുണേട്ടനെ വിശ്വസിക്കുകയുള്ളൂ എന്നിങ്ങനെ രേഖ മനസ്സിൽ അടിയുറച്ച് ഇങ്ങനെ പറയുകയാണ് മനസ്സിൽ. അപ്പോൾ വരുൺ പറയുകയാണ്, ശരി, ഞാൻ നിനക്ക് എത്ര സമയം വേണേലും തരാം. നീ എന്നെ എനിക്ക് നിന്നോടുള്ള പ്രണയം സത്യമാണെന്ന് വിശ്വാസം വന്നതിന് ശേഷം മാത്രം നീ എന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ മതി എന്നിങ്ങനെ വരുൺ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുണിൻ്റെ ഫോൺ ചതിക്കുകയാണ്. വരുണിൻ്റെ ഫോണിലോട്ട് സുവർണയുടെ കോളുകൾ ഇങ്ങനെ വരികയാണ്, തുരാന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ നമ്മുടെ രേഖ ബെഡിൻ്റെ മണ്ടയിലിരുന്ന ഫോണിൽ ഇങ്ങനെ കോൾ വരുമ്പോൾ ഇങ്ങനെ എത്തി നോക്കുകയാണ്. അപ്പോൾ രേഖ കാണുകയാണ്, സുവർണ എന്ന് എഴുതിയിരിക്കുന്ന നമ്പർ കാണുകയാണ്. അപ്പോൾ രേഖ പറയണം, അവളെ വിളിക്കുന്നുണ്ട്, എടുത്ത് സംസാരിക്കുക, അവളെ ആശ്വസിപ്പിക്കുക. എനിക്ക് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്ക് അടുക്കളയിൽ ധാരാളം പണിയുണ്ട്, പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് രേഖ ഒരൊറ്റ പോക്ക് പോവുകയാണ്.
രേഖ ഇറങ്ങി പോകുന്നതിൻ്റെ പിന്നാലെ വരുൺ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് സുവർണയോട് പറയണം, എന്തിനാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്? അത് വരുൺ സാർ എന്ത് പണിയായി കാണിച്ചത്? ഗോവിന്ദ് സാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വരുൺ സാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ കയറി വാഷ്റൂമിൽ കയറി വാതിലടച്ചു. വരുൺ സാർ എന്ത് പണിയാണ് കാണിച്ചത്? എന്നെ അതിനുള്ളിൽ ഇട്ടിട്ട് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് വരുൺ സാർ അങ്ങ് മുങ്ങി. ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയില്ല. ഞാൻ ഇതിനകത്ത് ആകെ കുടുങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് സുവർണ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഗോവിന്ദ് അല്ല, നമ്മുടെ വരുൺ പറയുകയാണ്, ഇനിയിപ്പോൾ നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഇപ്പോഴൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് അവർ വന്ന് നിനക്ക് വാതിൽ തുറന്നു തരും, അതിനുശേഷം നീ പൊയ്ക്കോളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സുവർണ പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പറഞ്ഞ് കൈ കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ പറയുകയാണ്, തൽക്കാലം അതേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. പക്ഷേ എന്നിട്ട് വരുൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് സുവർണയുമായിട്ടുള്ള കോണ്ടാക്റ്റ് അങ്ങ് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ രേഖയുടെ മനസ്സിൽ എനിക്ക് ഇടം നേടാൻ പറ്റുകയുള്ളൂ. അങ്ങനെ രേഖ വഴി മാത്രമേ രേഖയുടെ ഈ കോടിക്കണക്കിന് ഗോവിന്ദേട്ടൻ കൊടുത്ത സ്വത്തുക്കളിലേക്ക് എനിക്ക് എത്തി നോക്കാൻ പറ്റൂ എന്നിങ്ങനെ നമ്മുടെ വരുൺ മനസ്സിലിങ്ങനെ വിചാരിച്ചിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ എന്താണ്, നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ഇനി എന്തായാലും മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.